പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 23. പ്രധാന വാർത്തകൾ. നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ ഡയറക്ടർ ജനറൽ അരുൺ സിംഗൽ ഒമാൻ സന്ദർശനത്തിൽ. ഒമാൻ നാഷണൽ റെക്കോർഡ്സ് ആൻഡ് ആർക്കൈവ്സ് അതോറിറ്റി ചെയർമാൻ ഡോക്ടർ ഹമദ് മുഹമ്മദ് അൽ ദവിയാനിയുമായി മസ്കത്തിൽ കൂടിക്കാഴ്ച നടത്തി. പൈതൃകങ്ങളുടെ സംരക്ഷണം, രേഖകളാക്കൽ തുടങ്ങിയ വിഷയത്തിൽ ചർച്ച നടന്നു. ഒമാനിലെ ആർക്കൈവ്സ് ശേഖരണം, റെക്കോർഡ് വിഭാഗം, ഇലക്ട്രോണിക് സ്റ്റോറേജ് സംവിധാനം തുടങ്ങി വിവിധ വകുപ്പുകളുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് അരുൺ സിംഗൽ വിലയിരുത്തി. മൊമന്റോകളും ഇരുവരും കൈമാറി. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ കരുത്ത് വീണ്ടെടുക്കുന്നു. ഇന്നലെ ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് ഒരു റിയാലിന് 214 രൂപ 80 പൈസയാണ്. ആഴ്ചകളായി 215 രൂപയ്ക്ക് മുകളിൽ ലഭിച്ച സ്ഥാനത്താണിത്. ഡിസംബറിൽ റിയാലിന് 216 രൂപയ്ക്ക് മുകളിലാണ് ലഭിച്ചിരുന്നത്. നിലവിലെ നിരക്ക് തിങ്കളാഴ്ച രാവിലെ വരെ തുടരും. ഡോളറിനെതിരെ ആഗസ്റ്റ് 3-ാം വാരത്തിൽ രൂപ കൂപ്പുകുത്തിയതോടെയാണ് റെക്കോർഡ് വിനിമയ നിരക്കിലേക്ക് ഉയർന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപ തിരിച്ചു വരുന്നതാണ് വിപണിയിൽ ദൃശ്യമായത്. വിനിമയ വിപണിയിലെ ചാഞ്ചാട്ടം വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സാമ്പത്തിക നിരീക്ഷകർ പറയുന്നത്. ഇന്ത്യൻ രൂപ കൂടുതൽ ശക്തിപ്പെട്ടേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. വിനിമയ നിരക്ക് വീണ്ടും കുറയാനും ഇത് ഇടവരുത്തും. അതേസമയം കഴിഞ്ഞ മാസങ്ങളിൽ രൂപയുടെ മൂല്യമിടിഞ്ഞതോടെ നാട്ടിലേക്ക് പണം അയക്കുന്നത് വർദ്ധിച്ചിരുന്നു. പണമയക്കുന്നതിൽ വർധനയുണ്ടായതായി മണി എക്സ്ചേഞ്ചുകൾ പറയുന്നു. ഡോളറുമായുള്ള വിനിമയത്തിൽ 1.2% ഇടിവാണ് രൂപയ്ക്കുണ്ടായത്. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ കാറിന് തീപിടിച്ചു. ഇബ്ര വിലായത്തിലെ മർക്കബ പ്രദേശത്താണ് പ്രധാന റോഡിനോട് ചേർന്ന് പാർക്കിംഗ് പരിസരത്ത് വെച്ച് കാറിന്റെ മുൻഭാഗം കത്തി നശിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം തീ നിയന്ത്രണ വിധേയമാക്കി. വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ദീർഘയാത്ര ഒഴിവാക്കണമെന്നും എഞ്ചിനുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കണമെന്നും സിവിൽ ഡിഫൻസ് അധികൃതർ നിർദ്ദേശിച്ചു. മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ആദ്യമായി ഇന്ത്യയിലെ പ്രമുഖ പ്രസാധകരായ DC ബുക്സ് പവലിയൻ. പുസ്തകമേളയിൽ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് പങ്കെടുക്കുന്ന ആദ്യ പ്രസാധകരാണ് DC ബുക്സ്. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ ബുധനാഴ്ച തുടങ്ങിയ മേള മാർച്ച് 2-ന് സമാപിക്കും. ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയുമാണ് പ്രവർത്തന സമയം. പ്രവേശനം സൗജന്യമാണ്. മസ്കത്ത് ഗവർണറേറ്റിൽ പ്രവാസികളുടെ തൊഴിലിടങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള മദ്യവും നിരോധിത സിഗരറ്റുകളും പിടിച്ചെടുത്തു. ഒമാൻ കസ്റ്റംസ് റിസ്ക് അസസ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെടുത്തത്. വിവിധ തൊഴിൽ സൈറ്റുകളിൽ നിന്നാണ് മദ്യവും സിഗരറ്റുകളും പിടികൂടിയത്. സംഭവത്തിൽ നിരവധി പേരെ പിടികൂടുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന വസ്തുക്കൾ അധികൃതർ കണ്ടുകെട്ടി. അനധികൃത പ്രവർത്തികൾക്കെതിരെ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. തലസ്ഥാനത്തുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ആമിറാത്ത് അഖബ റോഡിൽ ഇന്നലെ രാവിലെയായിരുന്നു അപകടം. ട്രക്ക് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ട്രക്ക് ഡ്രൈവർ മരണപ്പെട്ടതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അപകടത്തെ തുടർന്ന് വാഹനങ്ങൾക്ക് തീപിടിക്കുകയും ചെയ്തു. സിവിൽ ഡിഫൻസ് അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിന് പിന്നാലെ പ്രദേശത്ത് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. റോയൽ ഒമാൻ പോലീസ് എത്തി ഗതാഗതം നിയന്ത്രിക്കുകയും വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു. വൈകുന്നേരത്തോടെയാണ് ഇതുവഴിയുള്ള ഗതാഗതം പോലീസ് പുനഃസ്ഥാപിച്ചത്. മരണപ്പെട്ടയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ആമിറാത്ത് ചുരം റോഡിൽ നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബൗഷർ GFC അൽ അൻസാരി കപ്പ് സീസൺ 5 ഇന്ന് വൈകിട്ട് 3:30-ന് ബൗഷർ ഷാബിയയിലെ GFC ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഒമാനിലെ 16 ടീമുകളെ കഴിഞ്ഞ ദിവസം നടന്ന നറുക്കിലൂടെ 4 ഗ്രൂപ്പായി തിരിച്ചിരുന്നു. 2 ടീമുകൾ വീതം ഓരോ ഗ്രൂപ്പിൽ നിന്നും പോയിന്റ് അടിസ്ഥാനത്തിൽ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കും. KMFAയുടെ നിയന്ത്രണത്തിലാണ് കളികൾ സംഘടിപ്പിക്കുക. നാട്ടിൽ നിന്നും അഖിലേന്ത്യാ താരങ്ങളും UAE, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും സന്ദർശക വിസയിലെത്തിയ താരങ്ങൾ വിവിധ ടീമുകൾക്കായി ബൂട്ട് കെട്ടും. കാണികൾക്ക് ആവേശകരമായിരിക്കും മത്സരമെന്നും സംഘാടകർ അറിയിച്ചു. മസ്കത്ത് KMCC ബർക്ക ഏരിയ വനിതാ വിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ബർക്ക IS സലാം ഫാം ഹൗസിൽ നടന്ന പരിപാടിയിൽ
ഹെന്ന, കുട്ടികളുടെ ചിത്രരചന മത്സരം തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആഷിലി ജബിൻ വഫിയയുടെ മോട്ടിവേഷൻ ക്ലാസും നടന്നു. നഫിയത്തു അലി, നിസി ഖലീൽ, മുബീന മുഹ്സിൻ, ഷംല നിസാം എന്നിവർ നേതൃത്വം നൽകി. റൂവി KMCC എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്ന സീതി ഹാജി വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ 4 മാർച്ച് 8-ന് വത്തയ്യ ജാബിർ ബിൻ സഊദ് സ്കൂൾ സ്റ്റേഡിയത്തിൽ അരങ്ങേറും. ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ച് നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും വിന്നേഴ്സ് പ്രൈസ് മണിക്കും വേണ്ടിയുള്ള ടൂർണമെന്റിൽ ഒമാനിലെ 16 പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ച് ഒമാൻ ജനറൽ മാനേജർ നിക്സൺ ബേബി പി പോസ്റ്റർ പ്രകാശനം ചെയ്തു. ബുറൈമി സ്നേഹതീരം 40 വയസ്സിനു മുകളിൽ പ്രായമുള്ളവർക്കായി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 29 വ്യാഴാഴ്ച കദ്ര അൽ നാദി ഗ്രൗണ്ടിൽ രാത്രി 11 മണിക്ക് മത്സരം ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂനമർദ്ദത്തെ തുടർന്ന് ഞായറാഴ്ച മുതൽ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബുധൻ വരെ മഴ തുടരും. മുസന്തം, ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങൾ, അൽഹജർ പർവ്വതനിരകൾ എന്നിവിടങ്ങളിലാകും ഭേദപ്പെട്ട മഴ പെയ്യുകയെന്നും അധികൃതർ അറിയിച്ചു. ഈ മേഖലയിൽ അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ പറയുന്നു. നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ തൊഴിൽ നിയമങ്ങളും മാനദണ്ഡങ്ങളും ഉറപ്പുവരുത്തുന്നതിനായി തൊഴിൽ മന്ത്രാലയത്തിന് കീഴിൽ പരിശോധന നടത്തി. ധാക്കിറ ഗവർണറേറ്റിലെ ആദം വിലായത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗം ഈ മാസം 18 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ നിരവധി സൈറ്റുകളിലാണ് പരിശോധന നടത്തിയത്. നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനും തൊഴിലാളികളുടെ സുരക്ഷയും ഉൾപ്പെടെയുള്ളവ മന്ത്രാലയം ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. അനധികൃത നിർമ്മാണ പ്രവൃത്തികളും മാനദണ്ഡങ്ങളും ലംഘിച്ചുള്ള പ്രവൃത്തികളും അധികൃതർ നിരീക്ഷിക്കും. മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 2ാം ദിനം പുസ്തകങ്ങൾ തേടിയെത്തിയത് ആയിരങ്ങൾ. പുസ്തകമേളയുടെ ഭാഗമായുള്ള സാംസ്കാരിക സംഗമങ്ങളും ചർച്ചാ സെഷനുകളും ഇന്നലെ ആരംഭിച്ചു. വാരാന്ത്യ അവധി ദിനങ്ങളായ ഇന്നും നാളെയും വ്യത്യസ്ത പരിപാടികളാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും ഉൾപ്പെടെ പങ്കെടുക്കും. ഒരേ സമയം വേറിട്ട പരിപാടികൾ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ അരങ്ങേറും. സാംസ്കാരിക പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനം എന്ന സന്ദേശത്തിലാണ് ഇത്തവണ പുസ്തകമേള അരങ്ങേറുന്നത്. ദാഹിറ ഗവർണറേറ്റാണ് ഈ വർഷത്തെ വിശിഷ്ടാതിഥി. അടുത്ത മാസം 2 വരെ പുസ്തകമേള തുടരും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.